നിങ്ങൾക്കറിയാമോ, ഡെങ്കി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒരു മൊസ്കിറ്റോ ബൈറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന്? എന്തുകൊണ്ട് ഒരു കുടുംബത്തിലെ ചിലർക്ക് ഡെങ്കി ഉണ്ടാകുമ്പോൾ മറ്റു ചിലർക്ക് ഉണ്ടാകുന്നില്ല? അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൊതുകാണ് ഡെങ്കി പരത്തുന്നത് എന്നത് സത്യമാണ്. പക്ഷേ ഡെങ്കിന്ന് അസുഖം ഉണ്ടാകണമെങ്കിൽ ഒരു കൊതുക് കടിയേക്കാൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകണം. നമ്മുടെ ശരീരത്തിൽ അതിന് പറ്റിയ സാഹചര്യം ഉണ്ടാകണം. സർപ്രൈസിംഗ്ലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അതിന് വലിയൊരു റോൾ വഹിക്കുന്നു. സ്നേഹവും ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡെങ്കുവിന് കാരണമാകുന്നു. അതായത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ സംസാരം, പെരുമാറ്റം എന്നിവ മൂലം ഉണ്ടാകുന്ന വിഷമങ്ങൾ, നമ്മുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ എന്നിവ കാരണമാകുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുമ്പ് ഡെങ്കി ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള മാനസിക വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതിവിടെ കമൻറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നുന്നുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകരമാകും. നിങ്ങൾ ഡെങ്കുവിൻ്റെ ചികിത്സയ്ക്കായി ഒരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായ മാനസിക വിഷമങ്ങൾ മടി കൂടാതെ ഡോക്ടറെ ധരിപ്പിക്കുക. അത് കൃത്യമായ ഒരു ചികിത്സ കിട്ടുവാനും ഫാസ്റ്റായ ഒരു സുഖപ്രാപ്തി ഉണ്ടാകുവാനും സഹായിക്കും.